എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 22-ാം തീയതിയാണ് നമ്മുടെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയവയുടെ എക്സാം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ തീരെ മാർക്ക് കൂടാത്ത ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ 40 മാർക്ക് 50 മാർക്ക് അതൊന്നും തീരെ കൂടുതൽ മാർക്ക് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ സീരീസ് കാണുക വഴി മിനിമം ഒരു 5 മാർക്കെങ്കിലും തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പേപ്പറും പെന്നും എടുത്ത് വെക്കുക. ജസ്റ്റ് മാർക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻസർ പറയുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ടോ, എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ റെയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റെയർ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതെ നോക്കുക. പിന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആൻസർ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടൈപ്പിസ്റ്റ് ക്ലർക്ക് LD ടൈപ്പിസ്റ്റ് +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ്റെ ആണ്. 30/5/2023 നടന്ന ടെസ്റ്റാണ്. ഓക്കെ, അതിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ ഓഫ് WEF. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ചിലത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും, ചിലത് ഈസി അല്ലാത്ത ക്വസ്റ്റ്യൻസും കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ WEFൻ്റെ ഫുൾ ഫോം എന്താണ്? നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇവിടെ 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ ആൻസറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് സിയിൽ മാർക്ക് ചെയ്യരുത്. ഓപ്ഷൻസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കരുത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാ? 3 ഓൺലി, വിത്ത് എഫക്റ്റ് ഫ്രം എന്നുള്ളതാണ്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ ദ ഡാഷ് സൈഡ് ഓഫ് ടൈപ്പ് റൈറ്റർ. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് റൈറ്റ് സൈഡ് ഓഫ് ദ കീബോർഡ്, അതായത് കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എത്ര രീതിയിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ് വരുന്നത്. അതുപോലെ ഇത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റിബൺ ഉണ്ടല്ലോ, റിബണിനെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാൻ പറ്റും. അതായത് അപ്പർ പോർഷൻ, മിഡിൽ, പിന്നെ ലോവർ പോർഷൻ. അതായത് ആ റിബണിനെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇടുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ടൈപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ റിബണിൽ കുറച്ച് ഇങ്ക് മാഞ്ഞ് തുടങ്ങുമ്പോൾ ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോൾ കളർ വരും. അതായത് ആ റിബണിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്, സ്റ്റെൻസിൽ. അതായത് ഇപ്പോൾ അത് നിലവിലില്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിലെ പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് പൊസിഷനാണ്. അതായത് ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വൈറ്റ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ റിബൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ഉള്ളത്. ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ആ റിബൺ കാരിയർ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യില്ല. അപ്പോൾ എന്താവും? നേരെ പോയിട്ട് സിലിണ്ടറിലേക്കായിരിക്കും ഈ ഇത് പതിക്കുക. അവിടെ ഇംപ്രഷൻ നേരെ പോകുന്നത് സ്റ്റെൻസിൽ കട്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിബൺ എത്ര മൂവ്മെൻ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, പിന്നെ ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ്. ഇതൊക്കെയാണ് റിബണിൻ്റെ മൂവ്മെൻറ്റുകൾ. ഓക്കെ, ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഡു ദ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്? അതായത് ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് ഭാഗത്താണ് റിജിഡ് ഡോഗും ലൂസ് ഡോഗും ആക്ട് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് എസ്കേപ്മെൻറ്റ് വീലിലാണ് റിജിഡ് ഡോഗും ലൂസ് ഡോഗും ആക്ട് ചെയ്യുന്നത്. അഡ്രസ് ഇൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ ഡാഷ് സ്പേസിംഗ്. അതായത് ഒഫീഷ്യൽ ലെറ്ററിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നത് എത്ര സ്പേസിങ്ങിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 ഓൺലി. അതായത് സിംഗിൾ ലൈൻ സ്പേസിങ്ങിലാണ് ടൈപ്പ് ചെയ്യുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ? കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 4ാമത്തെ ടച്ച് റെഗുലേറ്റർ ആണ്. അതായത് ഈ കീബോർഡ് ടെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ എത്രത്തോളം പ്രഷർ കൊടുത്താലാണ് അവിടെ ഇംപ്രഷൻ വരിക എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീബോർഡ് ടെൻഷൻ എന്ന് പറയുന്നത്. അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ടച്ച് റെഗുലേറ്റർ ആണ്.
ദ റോമൻ ന്യൂമറൽ ടു റെപ്രസെൻറ്റ് 70 ഈസ് 70 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോമൻ ന്യൂമറൽ. അപ്പോൾ ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അറിയാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഐ ഉണ്ട്. ഐ എന്ന് പറയുന്നത് 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വി എന്ന് പറഞ്ഞാൽ 5, പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ 50 നമ്മൾ എൽ, സി എന്ന് പറയുന്നത് 100, ഡി എന്ന് പറയുന്നത് 500, എം എന്ന് പറയുന്നത് 1000. അപ്പോൾ ഇവിടെ നമുക്ക് 70 വരേണ്ടത്. അതായത് 50 + 10 + 10. 50 എന്ന് പറയുന്നത് എല്ലാണ്, 10 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? എക്സ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക്, അതായത് വലത്ത് വശത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 50 + 10 + 10 എന്ന് പറയുമ്പോൾ എൽ എക്സ് ആണ്. മൂന്നാമത്തത് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഓൺ IGS ഓൺ ദ എൻവലപ്പ് ഓഫ് ആൻ ഒഫീഷ്യൽ ലെറ്റർ ഈസ് ഫൗണ്ട് ഓൺ. അതായത് ലെറ്ററിൽ ഒരു എൻവലപ്പിൽ ഓൺ IGS എവിടെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 ഓൺലി, ടോപ്പ് സെൻറ്ററിലാണ്. വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ ജി? ജി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാണ്? ജി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അതായത് ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ് ജി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ്. അതായത് റോക്കർ മെക്കാനിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2 ഓൺലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ് റോക്കർ മെക്കാനിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. കോൺഫിഡൻഷ്യൽ ഓർ അർജൻറ്റ് മാറ്റേഴ്സ് ആർ ഫോർവേഡഡ് അസ്. അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അർജൻറ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഏതായിട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. ഈ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആരുടെ ഇടയിലാണ് നമ്മൾ കൈമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽസിൻ്റെ ഇടയിലാണ് കൈമാറുക. പിന്നെ അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ അർജൻറ്റ് ആയിട്ടുള്ള മാറ്റേഴ്സാണ് ഡെമി ഒഫീഷ്യൽ ലെറ്ററിൽ വരിക. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഓഫീസേഴ്സിൻ്റെ പേഴ്സണൽ അറ്റൻഷൻ വേണമെങ്കിൽ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം ഡെമി ഒഫീഷ്യൽ ലെറ്ററിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവേഴ്സ് സിൻസിയർലി ആണ്, യുവേഴ്സ് സിൻസിയർലി. പിന്നെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അത് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്. ഓക്കെ, അത് രണ്ടും മാറിപ്പോരുത്. ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ 4 ഇത് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ എല്ലാം അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കണ്ടിട്ടുണ്ട്. അതിൽ ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുന്നത് യുവേഴ്സ് സിൻസിയർലി ആണ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ക്യാൻ പെർഫോം സീക്വൻസ് ഓഫ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ടു അച്ചീവ് എ ടാസ്ക് ഈസ് കോൾഡ്. അതായത് നമുക്ക് ഈ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രോഗ്രാം ആണ്, പ്രോഗ്രാം. ഓക്കെ, അതായത് പ്രോഗ്രാം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് അരിത്മെറ്റിക് കാൽക്കുലേഷൻസും മറ്റൊക്കെയാണ് ഇതിൽ എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. ചൂസ് ദ ഫാസ്റ്റസ്റ്റ് മോസ്റ്റ് പവർഫുൾ ആൻഡ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് അറ്റ് അറ്റോമിക് റിസർച്ച് സെൻറ്റേഴ്സ്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് സെൻറ്റേഴ്സ് ദാറ്റ് ക്യാൻ പെർഫോം ട്രില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് പെർ സെക്കൻഡ്. അതായത് വലിയ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഴ്സ് റിസർച്ച് സെൻറ്റേഴ്സിലും സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉപയോഗിക്കുന്നത് ഏത് കമ്പ്യൂട്ടേഴ്സാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂപ്പർ കമ്പ്യൂട്ടർ. 1 petabyte ഈസ് ഈക്വലൻറ്റ് ടു ഡാഷ് ടെറാബൈറ്റ്സ്. ഒരു പെൻറ്റാബൈറ്റ് എത്ര ടെറാബൈറ്റ് ആണ്? ആൻസർ ഓപ്ഷൻ സി 1024 ആണ്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഏകദേശം ആൻസർ വരെ 1024 തന്നെയാണ്. എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഇത് തന്നെയാണ് 1024 തന്നെയാണ് ഇതിൻ്റെ എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ വരുന്നത്. ചെറിയ മാറ്റങ്ങൾ നമ്മൾ ആ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് മാത്രം. ഓക്കെ, The study, analysis and practice of environmentally sustainable computing is called. The study, analysis and practice of environmentally sustainable computing is called. Answer option A ആണ്, green computing. Identify the metallic device that is thermal conductive and designed to absorb and disperse heat to a fluid medium from a high temperature object like a computer processor.
നമുക്കിത് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ലോജിക്കായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു മെറ്റാലിക് ഡിവൈസാണ്, തെർമൽ കണ്ടക്റ്റീവ് ആണ്. ആ ഒരു ഹീറ്റ്, അതായത് സി പിൻ്റെ ഉള്ളിൽ വരുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യാനും ഡിസ്പേഴ്സ് ചെയ്യാനും ഒരു ഫ്ലൂയിഡ് മീഡിയം എന്ന് പറയുന്നത് ഏതാണ് കൂളിംഗ് ഫാനാണ്. ഹീറ്റ് സിങ്ക് ആണ്. ഹീറ്റ് സിങ്ക് ഫാൻ എന്ന് പറയുമ്പോൾ അവിടെ ഫാനിൻ്റെ പ്രയോഗമാണ് വരുന്നത്. ഹീറ്റ് സിങ്ക് ആണ്, അതായത് ഈ ഹീറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഹീറ്റ് സിങ്കിനാണ് വരുന്നത്. വിച്ച് നെറ്റ്വർക്ക് ക്ലാസ് ഈസ് റിസർവ്ഡ് ഫോർ മൾട്ടി ടാസ്കിങ്? ഏത് നെറ്റ്വർക്ക് ക്ലാസ് ആണ് മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ക്ലാസ് ഡി. ഇത് റെയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ റെയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത് അതുപോലെ പഠിച്ചു വെക്കാം. അതായത് മൾട്ടി ടാസ്കിങ്ങിന് റിസർവ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ക്ലാസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഡി ആണ്. നെയിം ദ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ടെക്സ്റ്റ് ഓൺ പേപ്പർ ആൻഡ് കൺവേർട്സ് ദാറ്റ് സ്കാൻ ദ ടെക്സ്റ്റ് ഇൻ ടു ഡിജിറ്റൽ ഫോം. അതായത് ഒരു പേപ്പറിലുള്ള ടെക്സ്റ്റ് സ്കാൻ ചെയ്തിട്ട് അത് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഇതിൽ OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ്. MICR ബാങ്കിൽ ചെക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ റീഡർ എന്നൊക്കെ പറയുന്നതാണ് MICR എന്ന് പറയുന്നത്. ദ ഇൻ്റർഫേസ് കൺസിസ്റ്റിംഗ് ഓഫ് മെനൂസ്, ഐക്കൺസ്, വിൻഡോസ് ആൻഡ് പോയിന്റേഴ്സ് ദാറ്റ് അലോ എ യൂസർ ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് യൂസിങ് എ പ്രസ് ഓഫ് മൗസ് ബട്ടൺ ഈസ് കോൾഡ്. അതായത് ഈ ഒരു ഇൻ്റർഫേസ് ആണ്, താഴെ പറയുന്നതിൽ ഒരു ഇൻ്റർഫേസ് ആണ് മെനൂസും ഐക്കൺസും വിൻഡോസും പോയിന്റേഴ്സും ഒക്കെ വരുന്നത്. അതായത് നമുക്കൊരു മൗസ് ബട്ടണിൽ, ഒരു മൗസ് ക്ലിക്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർഫേസ് ഏതാണ്? GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് ഇത് ആൻസർ വരുന്നത്. ചൂസ് ദ മാൽവെയർ ദാറ്റ് അലോസ് എ ഹാക്കർ ടു ആക്സസ് യുവർ കമ്പ്യൂട്ടർ കംപ്ലീറ്റ്ലി. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മാൽവെയർ ഏതാണ്? റൂട്ട് കിറ്റ്സ് ആണ്. റൂട്ട് കിറ്റ്സ് റെയർ ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്ത് വെക്കാം. ചൂസ് ദ മാൽവെയർ ദാറ്റ് അലോസ് എ ഹാക്കർ ടു ആക്സസ് യുവർ കമ്പ്യൂട്ടർ കംപ്ലീറ്റ്ലി. റൂട്ട് കിറ്റ്സ്. ഇതിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതിൽ തന്നെ 2 റെയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചൂസ് ദ സെർച്ച് എഞ്ചിൻ ഫ്രം ദ ഫോളോയിങ്. സെർച്ച് എഞ്ചിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, യാഹു ആണ്. നെയിം ദ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ IBM primarily for use with മെയിൻ ഫ്രെയിംസിൽ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കോഡിംഗ് സ്റ്റാൻഡേർഡ് IBM ഡെവലപ്പ് ചെയ്തത് ഏതാണ്? ആൻസർ എബ്സിഡിക് ആണ്. എബ്സിഡിക്. സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ ഈസ്. സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ ഈസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പ്രസൻറ്റേഷൻ പാക്കേജ് ആണ്. പ്രസൻറ്റേഷൻ പാക്കേജ്. വി ക്യാൻ മേക്ക് എ സെലക്റ്റഡ് ടെക്സ്റ്റ് ബോൾഡ് ഇൻ MS Word യൂസിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൽ നമുക്ക് സെലക്റ്റഡ് ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ, അതായത് സമയക്കുറവ് കൊണ്ടോ ടെൻഷൻ കൊണ്ടോ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ Ctrl+B ശരിയാണ് എന്ന് പറഞ്ഞിട്ട് 1 ഓൺലി കൊണ്ടുപോയി കൊടുക്കരുത്. മുഴുവൻ ഓപ്ഷൻസും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. Ctrl+B, ക്ലിക്ക് ഇൻ ബോൾഡ് ഐക്കൺ, ഹോം ടാബിൽ ഫോണ്ട് ബോൾഡ്. The command bar that organizes a program's features into a series of tabs so that users can quickly access the commands is called. Answer ribbon ആണ്. Ribbon. Write the shortcut key in MS Word to increase the font size by 1 point while typing. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫോണ്ട് സൈസ് 1 പോയിന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. Ctrl+ ക്ലോസിംഗ് ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ടു മൂവ് ദ കഴ്സർ ടു ദ ലാസ്റ്റ് അപ്ഡേഷൻ മെയ്ഡ് ബിഫോർ ക്ലോസിംഗ് ദ ഡോക്യുമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓപ്പണിംഗ് ദ ഡോക്യുമെൻറ്റ്. അതായത് നമ്മളൊരു കാര്യം ലാസ്റ്റ് അപ്ഡേഷന് ശേഷം നമ്മൾ ആ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്തു, അതിനുശേഷം നമ്മൾ റീഓപ്പൺ ചെയ്യുകയാണ് ഇമ്മീഡിയറ്റ്ലി. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് കഴ്സർ ലാസ്റ്റ് അപ്ഡേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ.
ആൻസർ ഓപ്ഷൻ എ ഷിഫ്റ്റ് പ്ലസ് F5 ആണ്. ഷിഫ്റ്റ് പ്ലസ് F5. ദ പേജ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ടാബ്. പേജ് ബാക്ക്ഗ്രൗണ്ട് ഏതിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പേജ് ലേഔട്ട്. ഐഡൻറ്റിഫൈ ദ ടാബ് യൂസ്ഡ് ടു മാഗ്നിഫൈ ദ പേജ് ഇൻ MS Word ഫ്രം ദ ഫോളോയിങ്. മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാബ് ഏതാണ്? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിൽ മാഗ്നിഫൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂം ആണ്. ഇനി ആൻസർ കിട്ടിയാൽ നോക്കാം. സൂം ആണ്. സൂം ഏതിലാണ് വരിക? ആൻസർ ഓപ്ഷൻ ബി വ്യൂവിലാണ് സൂം വരുന്നത്. സെലക്ട് ദ കറക്റ്റ് ടാബ് ഫ്രം ദ ഫോളോയിങ് ഇൻ വിച്ച് ദ ഫുട് നോട്ട് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ഫുട് നോട്ട് ഓപ്ഷൻ ഏതിനാണ് അവൈലബിൾ ആയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, റെഫറൻസസ് ആണ്. An image or text that appears behind the main text of the document that are often used to show the purpose of a document. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഇമേജോ ടെക്സ്റ്റോ മെയിൻ ഡോക്യുമെൻറ്റിൻ്റെ മെയിൻ ടെക്സ്റ്റിൻ്റെ ബിഹൈൻഡായിട്ട് കാണിക്കുന്നതിന് എന്താണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി വാട്ടർ മാർക്കാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കൺട്രോൾ പ്ലസ് ഇ ഇൻ വേർഡ്? വേർഡിൽ കൺട്രോൾ പ്ലസ് ഇ എന്തിനു ഉപയോഗിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി അലൈൻ ദ ലൈൻ ഓർ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു സെൻറ്റർ. The process of setting the number of spaces used to separate a paragraph from the left or right margin. The process of setting a number of spaces used to separate a paragraph from left or right margin. Answer option A indentation ആണ്. The application package used to perform word processing is. The application package used to perform word processing is. Answer option ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. MS വേർഡും ലിബർ ഓഫീസ് റൈറ്ററും ആണ്. ദ ഫീച്ചർ ഇൻ MS വേർഡ് ദാറ്റ് അലോസ് എ ലാർജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഓർ എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡെക്കറേറ്റീവ് എലമെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡ്രോപ്പ് ക്യാപ്പ് ആണ്. ഡ്രോപ്പ് ക്യാപ്പ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഡ്രോപ്പ് ക്യാപ്പിൽ ഡീഫോൾട്ടായിട്ട് എത്ര ലൈൻസ് ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന 1 ആണ്. പിന്നെ വരുന്നത് 10 ലൈൻസ് വരെ നമുക്ക് മാക്സിമം ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, 10 ലൈൻസും 22 ഇഞ്ചസും ആണ്. നെയിം ദ യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഡാറ്റ ഫ്രം both Microsoft Word and Microsoft Excel and allows you to create multiple documents at once, such as letters, saving you the time and effort of retyping the same letter many times. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് വേർഡും എക്സലും രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രാവശ്യം മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലെറ്റേഴ്സ് നമുക്ക് ഒന്നിലധികം പേർക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ആ സെയിം ലെറ്ററിന് പിന്നെയും ടൈപ്പ് ചെയ്യാതെ ടൈമും എഫേർട്ടും റീടൈപ്പ് ചെയ്യാതെ ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മെയിൽ മെർജ് ആണ്. Comments provide an easy and effective way to make a note on something that needs additional attention or provide additional information. Choose from the following the right option to insert a command in a document. ക്വസ്റ്റ്യൻ എന്തിനാ ഇത്രയും ലെങ്തി ആക്കുന്നത്? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു കോൺസെൻട്രേഷൻ തെറ്റിക്കാനും ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യുന്നത് തെറ്റിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത്രയും വലിയൊരു സെൻറ്റൻസ് ഇത്രയ്ക്കും വലിച്ചു നീട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചൂസ് ഫ്രം ദ ഫോളോയിങ് റൈറ്റ് ഓപ്ഷൻ ടു ഇൻസേർട്ട് എ കമൻറ്റ് ഇൻ എ ഡോക്യുമെൻറ്റ്. അത്ര മതി. അതെന്തിനാ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാക്സിമം കോൺസെൻട്രേഷൻ തെറ്റിക്കാനും ടെൻഷൻ എടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ടിരിക്കുക, ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒറ്റ വായനയിൽ തന്നെ ആ ഒരു സെൻറ്റൻസ് വേണ്ടാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആ സെൻറ്റൻസിൽ തന്നെ ഇരിക്കരുത്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അത് മാക്സിമം നിങ്ങൾ പോകുമ്പോൾ ടെൻഷൻ ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ട് പോവുക. നിങ്ങൾ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെ എക്സാം ഹോളിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അപ്പോൾ ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി റിവ്യൂ ടാബ് ആണ്. റിവ്യൂ ടാബ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ MS Word 2007 ഡോക്യുമെൻറ്റ് വ്യൂ? ഡോക്യുമെൻറ്റ് വ്യൂ അല്ലാത്തത് ഏതാണ്? ആൻസർ പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ്.
പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിയൻറ്റേഷനാണ്. പോർട്രേറ്റ് ഒരു ഓറിയൻറ്റേഷനാണ്. ഓറിയൻറ്റേഷൻ എത്ര എണ്ണമാണുള്ളത്? പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും 2 ഓറിയൻറ്റേഷനാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറൻറ്റ് ഡോക്യുമെൻറ്റ്? കറൻറ്റ് ഡോക്യുമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ വരുന്നത് ഏതിലാണ്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാം. ഏതാ? വെബ് റൂട്ട് ആണ്. വെബ് റൂട്ട്. അടുത്തത് വെൻ വി വോണ്ട് ടു അറേഞ്ച്, സമ്മറൈസ് ഓർ സോർട്ട് ഡാറ്റ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് വി ക്യാൻ യൂസ്. അതായത് അറേഞ്ച് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും സോർട്ട് ചെയ്യാനും സ്പ്രെഡ്ഷീറ്റിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി പിവറ്റ് ടേബിൾ ആണ്. പിവറ്റ് ടേബിൾ. ദ ട്രിം ഫംഗ്ഷൻ ഇൻ MS Excel ഈസ് യൂസ് ടു പെർഫോം. അതായത് ട്രിം ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ടു ഓൺലി, റിമൂവിങ് അഡീഷണൽ സ്പേസ്. The feature in MS Excel that allows to insist some rules on data values that can be entered in a particular cell is. Answer option A, data validation ആണ്. The shortcut key for hiding rows in Excel is. Excel റോസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് കീ. റെയർ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി Ctrl 9 ആണ്. സെലക്ട് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് ന്യൂ വർക്ക്ഷീറ്റ് ഇൻ വർക്ക് ബുക്ക് ഫ്രം ദ ഫോളോയിങ്. വർക്ക്ഷീറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. Alt Shift F1. Alt Shift F1. The set of pre-designed format of text, color schemes and graphics effects in PowerPoint is called. Answer option A ആണ്. Templates ആണ്. Templates. The slide view that allows us to view all slides at a time in a miniature form is. അതായത് നമുക്ക് എല്ലാ സ്ലൈഡും ഒരുമിച്ച് കാണാൻ പറ്റുന്ന, അതായത് ഓരോ സ്ലൈഡിൻ്റെയും മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്ലൈഡ് സോർട്ടർ വ്യൂ. എ സ്ലൈഡ് ഷോ ക്യാൻ ബി എൻഡഡ് ബൈ പ്രസ്സിങ്. അതായത് ഒരു സ്ലൈഡ് ഷോ നമുക്ക് എൻഡ് ചെയ്യാൻ ഏത് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ എസ്കേപ്പ് കീ ആണ്. ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ ഫയൽ ഇൻ PowerPoint 2007 ഈസ്. PowerPointൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി .pptx ആണ്. ദ ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു സ്റ്റാർട്ട് പ്രസൻറ്റേഷൻ ഫ്രം ദ ബിഗിനിങ്. അതായത് ബിഗിനിങ്ങിൽ നിന്ന് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? F5 ആണ്. F5. ദ വിഷ്വൽ ഓർ സൗണ്ട് എഫക്ട്സ് ഗ്രാഫിക്സ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ഇൻ എ സ്ലൈഡ് ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആനിമേഷൻസ് ആണ്. ആനിമേഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് റെയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അതിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആൻസറെങ്കിലും നല്ല രീതിയിൽ ഓർമ്മിച്ച് വെക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.